എല്ലാവർക്കും നമസ്കാരം. അഘാസുരവധമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് അല്ലേ? അഘാസുരന് പ്രത്യക്ഷ മുക്തി നൽകിയ വിവരം അമരന്മാരിൽ കൂടി, ദേവന്മാരിൽ കൂടി അരവിന്ദോദ്ഭവൻ, അരവിന്ദത്തിൽ നിന്ന് ഉദ്ഭവിച്ചവൻ ആരാ? താമരയിൽ നിന്ന് ഉദ്ഭവിച്ചവൻ ബ്രഹ്മാവ്, ബ്രഹ്മദേവൻ അറിഞ്ഞു. ഏതു വിധമാണ് ഭഗവാൻ ഒരുവന് മുക്തി നൽകുന്നതെന്ന് പ്രപഞ്ചകർത്താവായ വിരിഞ്ചന് പോലും, ബ്രഹ്മാവിന് പോലും അജ്ഞേയമായി തീർന്നു. ആയതിനാൽ കൃഷ്ണവൈഭവം എത്രമാത്രമുണ്ടെന്നറിയുവാൻ ബ്രഹ്മദേവനൊരു ആഗ്രഹം തോന്നി. മായാമാധവൻ്റെ മായാവൈഭവം അറിയാനുള്ള അഭിവാഞ്ചയോടെ, ആഗ്രഹത്തോടെ വിരിഞ്ചൻ ദേവന്മാരും ഒരുമിച്ച് ആ സമയം ആകാശത്ത് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. വൈകുണ്ഠപതിയായ മഹാവിഷ്ണുവിൻ്റെ കൃഷ്ണാവതാരത്തിന് മുമ്പുള്ള എല്ലാ അവതാരങ്ങളുടെയും അതിസൂക്ഷ്മ മഹത്വങ്ങളും മഹാത്മ്യങ്ങളും വിരിഞ്ചൻ ബ്രഹ്മാവ് നേരിൽ കണ്ടറിഞ്ഞിട്ടുണ്ട്. പൂർണ്ണാവതാരമായ കൃഷ്ണൻ്റെ മഹിമ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ പുഷ്കര സംഭവന് ബ്രഹ്മാവിനെ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. പാപിയായ അഘാസുരന് പ്രത്യക്ഷ മോക്ഷം നൽകിയപ്പോഴാണ് അജ്ഞേയമായ കൃഷ്ണ വൈഭവം നേരിട്ട് കാണുകയും അതോടൊപ്പം ഒരു പരീക്ഷണം നടത്തുകയും വേണമെന്നുള്ള ആഗ്രഹം, അഭിലാഷം ബ്രഹ്മാവിനെ അങ്കുരിച്ചത്. അങ്ങനെ ഗോവത്സങ്ങൾ, പശുക്കിടാങ്ങൾ മേയുന്ന സ്ഥലം കാണത്തക്ക വിധത്തിലാണ് ഗോപബാലന്മാർ ഭക്ഷണം കഴിക്കാനിരുന്നത്. തൻ്റെ മായ കൊണ്ട് ഈ ഗോവത്സങ്ങളെ മറച്ചാൽ കൃഷ്ണൻ അതെങ്ങനെ പരിഹരിക്കുമെന്ന് കാണാമല്ലോ എന്നൊരു അഹങ്കാര ചിന്ത ആരുടെ ഉള്ളിലാണ് ഉദിച്ചത്? ബ്രഹ്മദേവൻ്റെ, കമലാസനൻ്റെ ഉള്ളിൽ ഉദിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? മേഞ്ഞുകൊണ്ടിരുന്ന പശുക്കിടാങ്ങൾ ഓരോന്നോരോന്നായി കണ്ടുകൊണ്ടിരിക്കെ മറയാൻ തുടങ്ങി. അദ്ദേഹം മറയ്ക്കാൻ തുടങ്ങിയതാണ്. അത് കണ്ട് പരിഭ്രാന്തരായ ബാലന്മാർ, കുട്ടികൾ, കൃഷ്ണ, നമ്മുടെ കൺമുന്നിൽ മേഞ്ഞുകൊണ്ടിരുന്ന കിടാങ്ങളെ ഒന്നിനെയും കാണുന്നില്ല. ഇത്ര വേഗം അതുങ്ങൾ എങ്ങോട്ട് പോയി? ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ചാണ് അവ ഓരോന്നോരോന്നായി മറഞ്ഞത്. ഇതെന്തൊരു കളി! ഞങ്ങളൊന്ന് പോയി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഊണ് നിർത്തി എഴുന്നേൽക്കാൻ ഭാവിച്ചപ്പോൾ ഉണ്ണിക്കണ്ണൻ പറഞ്ഞു, വേണ്ട, നിങ്ങളാരും പോകണ്ട, ഞാൻ പോയി അന്വേഷിക്കാം. പുല്ല് അധികമുള്ള സ്ഥലം നോക്കി എവിടെയെങ്കിലും മാറി നിൽക്കുന്നുണ്ടാകും. ഊണിൻ്റെ രസം കൊണ്ട് അവ പോയത് ശരിയായി നാം കണ്ടില്ലെന്നേ ഉള്ളൂന്നേ. നിങ്ങൾ സുഖമായിട്ടിരുന്ന് ഊണ് കഴിച്ചോളൂ, ഞാൻ പോയി അന്വേഷിക്കാം. ഈ വിധം ഉര ചെയ്ത് പറഞ്ഞ് മുരളീധരൻ ഇടത്തെ കയ്യിൽ ബാക്കി ചോറും കറിയുമുള്ള, അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഇതുള്ള പൊതിയുമെടുത്ത് വലത്തെ കൈ കൊണ്ട് അത് വാരി ഉണ്ടുകൊണ്ട് അവിടെ നിന്നും പുറപ്പെട്ടു. ഗോവത്സങ്ങൾ നിന്ന സ്ഥലവും പരിസരങ്ങളും ചുറ്റി നടന്ന് പരിശോധിച്ചു. ഒരു പശുക്കുട്ടിയെപ്പോലും അവിടെ എങ്ങും കാണാൻ കഴിഞ്ഞില്ല. പശുക്കൾ അവിടെ പ്രവേശിച്ച കുളമ്പിൻ പാടുകൾ പോലുമില്ല. കാളിന്തി തീരത്തിലും ഗോവർദ്ധനത്തിൻ്റെ അടിവാരത്തിലും ചുറ്റുമുള്ള വിപിനങ്ങളിലും കാടുകളിലുമെല്ലാം ഓടക്കുഴൽ ഊതിക്കൊണ്ട് കൃഷ്ണൻ അന്വേഷിച്ചു. ഒരു തുമ്പും കിട്ടിയില്ല. ഒടുവിൽ ചിന്താകുലനായി ചിന്മയൻ തിരിച്ച് കൂട്ടുകാരിരുന്ന സ്ഥലത്ത് വന്നപ്പോൾ അവിടെ ആരെയും കാണാനില്ല. വത്സങ്ങളെ അന്വേഷിച്ച് അവരും വനത്തിൽ പോയിരിക്കുമോ എന്ന് ഊഹിച്ച് കൃഷ്ണൻ അവരുടെ ഓരോരുത്തരുടെയും പേരുകൾ ചൊല്ലി ഉച്ചത്തിൽ വിളിച്ചു. അതിൻ്റെ മാറ്റൊലിയല്ലാതെ മറ്റൊന്നും അവിടെ കേട്ടില്ല. ഗോവത്സങ്ങളെയും ഗോപബാലന്മാരെയും കൂടാതെ ഞാൻ മാത്രമായി വീട്ടിലെങ്ങനെ ചെല്ലും? അതെത്രയോ സങ്കടകരമായ അവസ്ഥയായിരിക്കും. അമ്മ എന്നെ തല്ലില്ലേ? ചേട്ടനില്ലാതെ തനിച്ചു പോകരുതെന്ന് അമ്മയും അച്ഛനും പറയുന്നതാണ് എപ്പോഴും. അത് ഞാൻ കേട്ടില്ല. ഗോപന്മാരോടും ഗോപികകളോടും ഞാൻ എന്ത് സമാധാനം പറയും? വത്സങ്ങളില്ലാതെ ചെന്നാൽ പശുക്കൾ കറപ്പിക്കുകയുമില്ല. പശുവിനെ കറക്കാൻ പശുക്കുട്ടികൾ വേണ്ടേ? ബാലന്മാരില്ലാതെ ചെന്നാൽ അവരുടെ മാതാപിതാക്കൾ ആ ദുഃഖം എങ്ങനെ സഹിക്കും? കൂട്ടുകാരാരുമില്ലാതെ ഞാൻ ഏകനായി എങ്ങനെ അവിടെ ജീവിക്കും? ഈ വിധം പലതും ചിന്തിച്ചേ നന്ദാത്മജൻ ഉണ്ണിക്കണ്ണൻ തന്നിൽ അന്തർഭൂതമായിരിക്കുന്ന വൈഷ്ണവ അംശത്തെ യോഗശക്തി കൊണ്ട് പ്രദ്യോതിപ്പിച്ചു. തൻ്റെ ഉൾക്കണ്ണുകൾ തുറന്നു.
കമലാസനൻ ബ്രഹ്മാവ് പ്രയോഗിച്ച മായയുടെ കളിയാണ് ഇതെല്ലാം എന്ന് മായയ്ക്ക് അതീതനായ മായാവല്ലഭൻ മനസ്സിലാക്കി. ഈ ബ്രഹ്മമായയ്ക്ക് മറുമരുന്ന് തന്നിലുള്ള വിശ്വപ്രകൃതിയായ വിഷ്ണുമായയല്ലാതെ മറ്റൊന്നുമല്ലെന്ന് കണ്ട് ഉണ്ണിക്കണ്ണൻ എന്താ ചെയ്തതെന്നറിയോ? തൽക്ഷണം തന്നെ ആ വിശ്വമോഹിനിയായ മായയെ പ്രസരിപ്പിച്ച് എത്ര പശുക്കുട്ടികളും എത്ര ബാലന്മാരും മറയ്ക്കപ്പെട്ടുവോ, കൂടെ എത്ര പശുക്കുട്ടികളാണോ ഉണ്ടായിരുന്നത്, എത്ര മനുഷ്യക്കുട്ടികൾ ബാലന്മാരാണോ ഉണ്ടായിരുന്നത്, അത്രയും ഗോവത്സങ്ങളെയും അത്രയും ഗോപാലബാലന്മാരെയും ആകൃതിയിലും പ്രകൃതിയിലും പ്രായത്തിലും ശബ്ദത്തിലും ചലനത്തിലും ചേഷ്ടകളിലും അംഗസാമ്യങ്ങളിലും ഒരു ചെറിയ വ്യത്യാസം പോലും ഇല്ലാതെ സൃഷ്ടിച്ചു. ഗോപബാലന്മാർ ധരിച്ചിരുന്ന അതേ രീതി വസ്ത്രങ്ങൾ, ഓടക്കുഴലുകൾ, ധരിച്ചിരുന്നവർക്ക് അതേ മാതിരിയുള്ള കുഴലുകൾ, ദണ്ടു വഹിച്ചിരുന്നവർക്ക് അതേ വിധത്തിലുള്ള ദണ്ടുകൾ, അംഗവൈകല്യങ്ങളുള്ളവർക്ക് അതേ രീതിയിലുള്ള വൈകല്യങ്ങൾ. പിന്നെ ഗോവത്സങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അവയുടെ നിറങ്ങൾക്കോ കൊമ്പുകൾക്കോ വാലുകൾക്കോ അവയിലുള്ള ചുട്ടികൾക്കോ ശരീരത്തിലുള്ള പാണ്ടുകൾക്കോ പ്രായത്തിനോ പൊക്കത്തിനോ വണ്ണത്തിനോ മുഴുപ്പിനോ വ്യത്യാസം ഒട്ടുമില്ലാത്ത അതേ വിധത്തിലുള്ള രൂപങ്ങൾ എല്ലാം കൃഷ്ണൻ തൻ്റെ മായ കൊണ്ട് സൃഷ്ടിച്ചതാണ്. ഏകനായ അദ്ദേഹം തന്നിലുള്ള മായയെ അവലംബിച്ച് ബഹുരൂപികളായി തീർന്നു. അതുമാത്രമേ അതിനർത്ഥമുള്ളൂ. കൃഷ്ണൻ ഏകനാണ്, തൻ്റെ മായ കൊണ്ട് ബഹുരൂപികളായി. സായാഹ്നമായപ്പോൾ, വൈകുന്നേരം ആയപ്പോൾ ശ്യാമള കൃഷ്ണൻ കൂട്ടുകാരോടും ഗോവത്സങ്ങളോടും കൂടി എന്നും ചെല്ലാറുള്ളത് പോലെ ഓടക്കുഴലും വിളിച്ച് ഗോപവാടത്തിലെത്തി. മുരളീനാഥം കേട്ട ഗോപാംഗനകൾ ഓടി വന്ന് കൃഷ്ണനെ എതിരേറ്റു. പശുക്കൾക്ക് തങ്ങളുടെ കുട്ടികളെ കണ്ടിട്ട് വ്യത്യാസമൊന്നും തോന്നിയില്ല. ഓരോ പശുവും തൻ്റെ വത്സം തന്നെയാണെന്നുള്ള ബോധ്യത്തോടെ അതിനെ നക്കി വാത്സല്യപൂർവ്വം പാലൊക്കെ പശു തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാലൊക്കെ കൊടുത്തു. ഗോപന്മാർക്കും ഗോപനാരികൾക്കും തങ്ങളുടെ പുത്രന്മാരെ സംബന്ധിച്ചും യാതൊരു സംശയവും തോന്നിയില്ല. തലേ ദിവസം എങ്ങനെയായിരുന്നോ അതുപോലെ അന്നും മക്കളോട് അവർ പെരുമാറി. പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും അങ്ങനെ എന്നും പഴയതുപോലെ കൃഷ്ണനും ഒരുമിച്ച് അവർ വൃന്ദാവനത്തിലെ പുൽവാടികളിൽ പോയി ഗോവത്സങ്ങളെ മേച്ചുകൊണ്ടിരുന്നു. സംശയങ്ങൾ ആർക്കുമില്ല. എന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ബലഭദ്രന് ഒരു സംശയം ഉള്ളിലുദിച്ചു. ഇതെന്തൊരു മായാവിലാസങ്ങളാണ് ഈ കാണുന്നത്? ഈ പശുക്കുട്ടികളും ഈ പശു പാലക ബാലന്മാരും എല്ലാം മായാരൂപികളായിട്ട് തോന്നപ്പെടുന്നല്ലോ. ഇതിനുള്ള കാരണം എന്താണ്? ഈ വിധം വിചാരിച്ചുകൊണ്ട് സംഘർഷണൻ ബലരാമൻ തൻ്റെ ജ്ഞാനചക്ഷുസിനാൽ ദിവ്യദൃഷ്ടിയാൽ ഉണ്ണിക്കണ്ണനെ വീക്ഷിച്ചപ്പോൾ പരമാർത്ഥം തെളിഞ്ഞു കണ്ടു. അനുജനെ ഗാഢ ആലിംഗനം ചെയ്തുകൊണ്ട് ബലഭദ്രൻ അവൻ്റെ കവിൾത്തടത്തിൽ ഗണ്ഡകമലത്തിൽ സ്നേഹപൂർവ്വം ഉമ്മ വെച്ചു. അങ്ങനെ അനന്താംശം കൊണ്ട് അവതീർണനായ ബലരാമൻ സകളനാണ്, വിഷ്ണുവായ കൃഷ്ണൻ നിഷ്കളനുമാണ് അല്ലേ? ആ നിലയിൽ ആലിംഗനം ചെയ്യുന്ന വേളയിലെ നിഷ്കളനായ കൃഷ്ണൻ സകളനായ രാമനെ തൻ്റെ മായയിൽ മയക്കി. അതോടുകൂടി ബലഭദ്രനുണ്ടായ സംശയം ദൂരീകൃതമായി. അങ്ങനെ വചസ്സയം കഴിഞ്ഞിട്ട് 1 വർഷമായി. ബ്രഹ്മാവിന് അതൊരു നിമിഷമാണ്. മനുഷ്യരുടെ 1 വർഷം ബ്രഹ്മാവിന് ഒരു നിമിഷമാണ്. താൻ മറച്ചു വെച്ച ഗോവത്സങ്ങളുടെയും ബാലന്മാരുടെയും സ്ഥിതി എങ്ങനെയാണെന്ന് അറിയുവാനായിട്ട് വിധാതാവ് വിഹായസിൽ ആകാശത്തിൽ നിന്നുകൊണ്ട് വൃന്ദാവനത്തിലേക്ക് ഒന്ന് വീക്ഷിച്ചു നോക്കി. താൻ മറച്ചുവെച്ച ബാലന്മാർക്കും ഗോവത്സങ്ങൾക്കും പകരം അതേ രൂപസാദൃശ്യങ്ങളോട് കൂടിയ അത്രയും കുമാരന്മാരും പശുക്കുട്ടികളും നന്ദനന്ദനൻ്റെ സമീപത്ത് നിൽക്കുന്നു. ബ്രഹ്മാവ് ആകെ ഒന്ന് പകച്ചു. താൻ കൃഷ്ണനെ പരീക്ഷിക്കാൻ പ്രയോഗിച്ച മായയ്ക്കു പകരം താനാണിപ്പോൾ മായയാൽ മോഹിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലായി. എന്നിട്ട് വീണ്ടും അദ്ദേഹം ഈ ചിന്തയോടുകൂടി ഒന്ന് വീക്ഷിച്ചപ്പോൾ സാരസോദ്ഭവന് ബ്രഹ്മാവിന് സംഭ്രമം തോന്നുമാറ്, പേടി തോന്നുമാറ് ആ ഗോപബാലന്മാരും ഗോവത്സങ്ങളും എല്ലാം വിഷ്ണുരൂപികളായിട്ട് കാണപ്പെട്ടു. അതായത്
ആ മറച്ചു വെച്ച പശുക്കുട്ടിക്ക് പകരം വേറൊരു പശുക്കുട്ടിയെ കൃഷ്ണൻ തൻ്റെ മായ കൊണ്ട് ഉണ്ടാക്കിയില്ലേ, അത് ഒരു വിഷ്ണുവായിട്ടാണ് ബ്രഹ്മാവിന് തോന്നുന്നത്. അതുപോലെ എല്ലാ പശുക്കുട്ടികളും എല്ലാ ബാലന്മാരുമൊക്കെ വിഷ്ണുവായിട്ട് കാണപ്പെടുകയാണ് ബ്രഹ്മാവിന്. ശംഖ്, ചക്ര, ഗദ, പത്മങ്ങളടങ്ങിയ ചതുർബാഹുക്കളോടും പ്രഭാപൂരം വിതറുന്ന രത്നകിരീടങ്ങളോടും നീലാളകങ്ങളാലും പുണ്ട്രങ്ങളാലും പരിശോഭിതമായ വിശാല നെറ്റിത്തടത്തോടും, അങ്ങനെ എന്തൊക്കെ വിഷ്ണുവിനുണ്ടോ, ചെന്താമര ദള നയനങ്ങളോടും ഗണ്ഡമണ്ഡല ശോഭിതങ്ങളായ മകരകുണ്ടലങ്ങളോടും മധുരസുന്ദരമായ വദന അരവിന്ദത്തോടും ശ്രീവത്സാങ്കിത തിരുവക്ഷസോടും വനമാല, തുളസിമാല, കൗസ്തുഭമാല തുടങ്ങിയ കണ്ഠാഭരണങ്ങളോടും കടക, കങ്കണ, നൂപുര, പീതാംബരത്തോടും ഒക്കെ ചേതോഹരമായിട്ടുള്ള ആ ശ്യാമള കോമള രൂപം അനവധിയാണ്. അതായത് വിഷ്ണുരൂപികൾ വൃന്ദാവനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ട് ചതുർമുഖൻ ബ്രഹ്മദേവൻ ചഞ്ചല ഹൃദയനായി, പരവശനായി. ആ കൂട്ടത്തിൽ കൃഷ്ണനെ പ്രത്യേകം കാണുവാനില്ല, എല്ലാം ഒരേ രൂപികൾ. ബ്രഹ്മാവിന് തിരിച്ചറിയാൻ പോലും പറ്റണില്ല ഇതിലേതാണ് ശരിക്കുള്ള കൃഷ്ണൻ, ഏതാണ് ആ കുട്ടികളായവരാരാണ്, ഒന്നും മനസ്സിലാവണില്ല. ഓരോ വിഷ്ണുവിൻ്റെയും നാഭിയിൽ നിന്നും മുളച്ച താമരപ്പൂവിലുണ്ടല്ലോ ഓരോ ബ്രഹ്മാവ്. തന്നെ കൂടാതെ വേറെയും അനവധി ബ്രഹ്മാക്കന്മാർ. നാൻമുഖൻ ബ്രഹ്മാവ് നടുങ്ങിപ്പോയി. അതാ അവർ ഓരോരുത്തരും അതാത് വിഷ്ണു ഭഗവാന്റെ മുന്നിൽ വണങ്ങി നിൽക്കുന്നു. ആ കൂട്ടത്തിൽ ഒരു വിഷ്ണുവിൻ്റെ മുമ്പിൽ വണങ്ങി നിൽക്കുന്ന തന്നെയോ അദ്ദേഹം കണ്ടു. കൃഷ്ണ, ഈ 14 ലോകങ്ങൾക്കും നാരായ വേരായ നാരായണ, കൃഷ്ണ ക്ഷമിക്കണേ. നിന്തിരുവടിയുടെ മായയെ പരീക്ഷിക്കാൻ തുടങ്ങിയ ഈ ദാസനെ നിന്തിരുവടി ഇതാ മായാസമുദ്രത്തിൽ മുക്കിക്കഴിഞ്ഞിരിക്കുന്നു എന്നിങ്ങനെ മനോവേദനയോടെ ബ്രഹ്മദേവൻ മനനം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ബ്രഹ്മാവ് വന്ന് ചോദിച്ചു, നീ ആര്? നിനക്ക് ആരാ ബ്രഹ്മപട്ടം തന്നത്? ഇപ്പോഴത്തെ ബ്രഹ്മാവ് ഞാനാണ്, പോ പുറത്ത്. നിന്നെ ഇനി ഇവിടെ കാണാനേ പാടില്ല, നിൻ്റെ ബ്രഹ്മപട്ടം അവസാനിച്ചിരിക്കുന്നു. അപ്പം അങ്ങനെ ഭയങ്കരമായ കൂരിരുളിൽ ആരും തുണയില്ലാതെ ഉഴലുന്ന ഒരു ബാലനെ പോലെയായി, ഭയാക്രാന്തനായി പോയി ബ്രഹ്മാവ് പത്മാസനൻ. 4 മുഖങ്ങളും താഴ്ത്തി കൈകൂപ്പിക്കൊണ്ട് കൃഷ്ണ, ദേവകീനന്ദന, വാസുദേവാത്മജ, ഗോപികാരമണ, വൃന്ദാവന വിഹാരി, അമ്പാടി മണിദീപമേ, നന്ദനന്ദന, അങ്ങനെ സച്ചിദാനന്ദ രൂപമേ എന്നൊക്കെ വിളിച്ച് കരയാണ് ബ്രഹ്മാവ്. എന്താ പറയണത്? അഹങ്കാരം കൊണ്ടുണ്ടായ അടിയൻ്റെ അപരാധം പുറത്ത് അടിയനെ മോഹാന്ധകാരത്തിൽ നിന്നും കരകയറ്റണേ കൃഷ്ണ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. തത്സമയം ഭക്തപരായണനായ കൃഷ്ണൻ തൻ്റെ മായയെ ഉപസംഹരിച്ചു നിർത്തി. വൃന്ദാവനത്തിൽ കാണപ്പെട്ട സർവ്വ വിഷ്ണുരൂപികളും തിരോഭൂതരായി, കാണാനില്ല, അവരൊക്കെ പോയി. ഓടക്കുഴലും കാലിക്കോലും പിടിച്ചുകൊണ്ട് കോടക്കാർ വർണ്ണൻ മാത്രം അവിടെ നിൽപ്പുണ്ട്. ഉണ്ണിക്കണ്ണൻ മാത്രമേ അവിടെ നിൽക്കുകയാണ്. കണ്ണൻ്റെ കാളിന്തി പഴയപടി ഒഴുകുന്നു, വൃന്ദാവനം ഒരു സുന്ദരിയെപ്പോലെ വിലസുന്നു. അങ്ങനെ ബ്രഹ്മാവ് അവിടെ താഴെ ഇറങ്ങിയിട്ട് ഉണ്ണിക്കണ്ണനെ താണ് തൊഴുതു നമസ്കരിച്ചു. വീണ്ടും വീണ്ടും നമസ്കരിച്ച് തൻ്റെ അപരാധം പൊറുക്കണേന്ന് അപേക്ഷിച്ചു. അപ്പോൾ കമലാസനൻ്റെ ബ്രഹ്മദേവൻ്റെ 2 കൈകളും പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് വിഷ്ണു കമലാകാന്തൻ പറഞ്ഞു, ബ്രഹ്മദേവ പ്രഭു, നിന്തിരുവടിക്ക് ഇതാ ഞാൻ സർവ്വ അനുഗ്രഹങ്ങളും നൽകുന്നു. സമാധാനത്തോടെ പോയാലും. ലോക പിതാമഹനായ നിന്തിരുവടി കേവലം 5 വയസ്സു മാത്രം പ്രായമുള്ള ഈ കൊച്ചു ബാലനോട് ഈ വിധം മായക്കളി കാട്ടിയത് ധർമ്മമാണോ? പശുക്കുട്ടികളും കൂട്ടുകാരും കൂടാതെ ഞാൻ വീട്ടിൽ ചെന്നാൽ അമ്മ എന്നെ തല്ലുമായിരുന്നില്ലേ? ഞാൻ തല്ലുകൊണ്ട് കരയുന്നത് കാണാൻ പിതാമഹൻ ഇഷ്ടപ്പെട്ടു അല്ലേ? നിന്തിരുവടി മായക്കളി കാണിച്ചതുകൊണ്ടാണ് ഞാനും എൻ്റെ മായക്കളി കാട്ടിയത്. ഇത് കൃഷ്ണൻ പറഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ പറയാണ്, കൃഷ്ണ, വാസുദേവ, ഈ വിധം കൽപ്പിച്ച് എന്നെ വേദനിപ്പിക്കാതിരിക്കൂ.
അവതാരങ്ങളിൽ വെച്ച് സർവോത്കൃഷ്ടവും ശ്രേഷ്ഠവുമായ അവതാരം കൃഷ്ണാവതാരമാണെന്ന് എനിക്ക് മനസ്സിലായി കണ്ണാ. വിഷ്ണുവിൻ്റെ പൂർണ്ണത്വം നെന്തിരുവടിയിൽ പ്രതിബിംബിക്കുന്നു. ഞാൻ അത് കാണാൻ ആഗ്രഹിച്ച് അത് ഞാൻ കണ്ടു കഴിഞ്ഞു. കൃഷ്ണൻ വിഷ്ണുവും വിഷ്ണു കൃഷ്ണനുമാണ്. ദുഷ്ട നിഗ്രഹത്തിനും ശിഷ്ട പരിപാലനത്തിനും ധർമ്മ സംസ്ഥാപനത്തിനും വേണ്ടി അങ്ങ് അവതരിച്ചു. ഈ വിധം കൃഷ്ണമാഹാത്മ്യത്തെ വാഴ്ത്തിക്കൊണ്ട് ബ്രഹ്മദേവൻ വിധാതാവ് വിഹായസിൽ ആകാശത്തിൽ മറഞ്ഞു. ബ്രഹ്മമായയും മാഞ്ഞു. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന മട്ടിൽ ഗോപബാലന്മാർ അവിടെ ഇരിക്കുന്നതായി കാണപ്പെട്ടു. അതായത് അവരെപ്പോഴാണോ കാണാതായത് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു നിമിഷം പോലെ കാണപ്പെട്ടു. പശുക്കുട്ടികളെയും ആടിക്കൊണ്ട് കൃഷ്ണനും അവിടെ ആഗമിക്കുന്നതായി അവർക്ക് തോന്നി. മായയുടെ ശക്തിയാൽ 1 വർഷം തള്ളിപ്പോയത് അവരറിഞ്ഞില്ല. അന്ന് വൈകുന്നേരം സ്വഗൃഹങ്ങളിലെത്തിയപ്പോൾ അഘാസുരൻ്റെ വയറ്റിൽ തങ്ങൾ പ്രവേശിച്ചതും കൃഷ്ണൻ ആ അസുരനെ വധിച്ചതുമെല്ലാം അവർ മാതാപിതാക്കളെ പറഞ്ഞു കേൾപ്പിച്ചു. കൃഷ്ണൻ്റെ 5ാമത്തെ വയസ്സിൽ നടന്ന കഥ 6ാമത്തെ വയസ്സിലാണ് അന്ന് നടന്നതെന്ന പോലെ ഗോപകുമാരന്മാർ പറയുന്നത്. യശോദയോ നന്ദഗോപനോ മറ്റു ഗോപന്മാരോ ഗോപസ്ത്രീകളോ ആരും തന്നെ ആ മറിമായം മനസ്സിലാക്കിയതേയില്ല. ഇതാണ് വത്സത്സേയം. ഇപ്പോൾ ബ്രഹ്മദേവൻ കൃഷ്ണമാഹാത്മ്യം ഗാഢമായി മനസ്സിലാക്കിയൊരു സന്ദർഭമാണിത്. അപ്പോൾ ഭഗവാന്റെ മായാവൈഭവം ബ്രഹ്മാവിന് പോലും അറിയാൻ ഇത്തിരി പാടാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ഗുരുവായൂരപ്പൻ്റെ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം നമ്മളെല്ലാവർക്കും ഉണ്ടാവട്ടെ. ശരി.